Hello guys, welcome to our channel EB Fun World. ഹലോ, വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാനും മക്കളും ഇക്കയും ഉമ്മയും കൂടെ ചേർന്നിട്ട് മൂന്നാറിലൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അന്ന് നമ്മൾ നേരെ മൂന്നാറിലേക്കല്ല കേട്ടോ പോയത്. ഒരു ദിവസം കൊച്ചിയിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് മൂന്നാറിലേക്ക് പോയത്. മൂന്നാർ റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ നമ്മളൊരു ഹോട്ടലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചോറും മീനൊന്നും ഫുഡും കഴിക്കേണ്ടായി. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് അതിരാവിലെ ഒന്നും ഇറങ്ങിയിട്ടില്ല. നമുക്ക് ചോറും മീനും കഴിക്കേണ്ട ഒരു ടൈമിലേക്ക് അവിടെ എത്തുന്ന രീതിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഹൈവേ അല്ലേ, പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ ചോറും മീനിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള കുറ്റിപ്പുറം തിരൂർ റോട്ടിലുള്ള ചോറും മീനും എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വൈറൽ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസാണ്, നല്ല വൈഡായിട്ടുള്ള സ്പേസാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ പാടാണ് കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാടാണ്, നല്ല കാറ്റുമാണ്. നമ്മൾ പോയ അന്നേരം ഈ മീനുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ചെമ്മീൻ, കക്ക ഇറച്ചി, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ലൈവായിട്ടുള്ള കിച്ചണാണ്, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാനും പറ്റും. സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഞണ്ട് റോസ്റ്റ് ഉണ്ട്, കൂന്തൽ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ കുഞ്ഞ് മാന്തൽ ഫ്രൈ ആക്കിയത്, ചെമ്മീൻ റോസ്റ്റ്, കക്ക ഇറച്ചി, അങ്ങനെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ മസാലയാണ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ മേലെ ഇരുന്ന് ഫുഡ് കഴിക്കാനാണ് കേട്ടോ വെറുതെ. അപ്പോൾ മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ഇതാണ്. ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആവോലി, അയില, മാന്തൽ, കക്കയിറച്ചി, ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ സർവീസാണ് കേട്ടോ. നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും മുഷിപ്പിക്കാതെ പെട്ടെന്ന് ഇല വെച്ച് ചോറും കറികളും അവിടുത്തെ ചേച്ചിമാർ സെറ്റാക്കി തരും കേട്ടോ. അപ്പം ഞാനിവിടെ ആ ചേച്ചി ചോറിട്ട സമയത്ത് ചോറ് രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നിൽ മാമ്പഴ പുളിശ്ശേരി ഒഴിച്ചു, ഒന്നിൽ സാമ്പാർ ഒഴിച്ചു. രണ്ടും കൂടെ മിക്സ് ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്, രണ്ടിൻ്റെ ടേസ്റ്റ് വെവ്വേറെ കിട്ടാൻ വേണ്ടിയിട്ട്. മോന് നല്ല കലിപ്പിലാണ് കേട്ടോ. വേറൊന്നുമല്ല, കാരണം മാമ്പഴ പുളിശ്ശേരി ചോറിൽ ഒഴിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി ഇതുകൊണ്ട് വന്നത്. ഞാൻ കരുതി മധുരമുള്ള കറിയാകുമ്പോൾ അവന് കൂട്ടി കഴിക്കാൻ എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ടാണ് ചോറിൽ ഒഴിക്കാൻ പറഞ്ഞത്. പക്ഷെ ആൾക്കത് പറ്റിയില്ല, അതിനാണ് പിണങ്ങി നിൽക്കുന്നത്. അപ്പോൾ എനിക്കിത് ചേച്ചി മാമ്പഴ പുളിശ്ശേരിയിലെ മാങ്ങ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ചോദിച്ച സമയത്ത് ഇപ്പോൾ കൊണ്ടുവന്നേരാന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. നമ്മളെ മീനുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ കഴിച്ച് തീർക്കുവാണ്. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മസാല ആയാലും മക്കൾക്ക് വരെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ നല്ല പാലട പ്രഥമന് പപ്പടം കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടൊരു പിടി പിടിച്ചു. ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിപ്പായസം അവർ തരും കേട്ടോ. നമുക്ക് എക്സ്ട്രാ പായസം വേണമെന്നുണ്ടെങ്കിൽ അവിടെ അന്ന് എന്താണോ സ്പെഷ്യലായിട്ട് പായസം ഉള്ളത് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുതരും. അപ്പോൾ നമുക്കന്ന് പാലടയും പരിപ്പ് പായസമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പാലടയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. നമ്മളിതാ അത്രയ്ക്ക് മീൻ കഴിച്ചു, ഫുഡിനും എല്ലാത്തിനും കൂടെ ചേർന്നിട്ട് നമ്മളെ ബില്ല് ഇതാണ് വന്നത്. പിന്നെ ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. നമ്മളെ മനസ്സും വയറും നിറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലടിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറയട്ടെ, നന്നായിട്ട് മനസ്സും വയറും നിറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ നമ്മൾ കഴിച്ചിട്ട് വയറിങ്ങനെ നിറഞ്ഞ് ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിൽ വന്നിട്ടില്ലായിരുന്നു. നല്ലൊരു ഫ്രീ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പൊതുവേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഫീൽ വന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതാ വൈകുന്നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് യാത്ര തുടരുകയാണ്. പിന്നെ ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്തു, കുറച്ചങ്ങ് പോയിട്ട് എടുക്കാമെന്ന് കരുതി. കാരണം ഫുള്ള് ഹൈവേ ആണ്, വേറെ കാഴ്ചകളൊന്നും എടുക്കാനില്ല. പിന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കുന്നത് കൊച്ചിയിലെത്തിയ സമയത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. കൊച്ചിക്കായലിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മളെ റൂം വരുന്നത് മറൈൻ ഡ്രൈവിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് തോന്നുന്നുണ്ട്, എക്സാക്റ്റ് അറിയില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക്.
ലൊക്കേഷനൊക്കെ നോക്കി നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ അവിടെ എത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ വണ്ടി അവർ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈക്ക റൂമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വന്നു കയറുന്ന സമയത്ത് വലിയൊരു നിലവിളക്കാണ് കാണുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. എത്രാമത്തെ ഫ്ലോറിലായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മൾ 2 റൂമാണ് എടുത്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ മറ്റേ റൂമുള്ളത്. 2 റൂമും അത്യാവശ്യം നല്ല നീറ്റാണ്, ക്ലീനാണ്. അപ്പോൾ ഏതായാലും റൂമിലൊക്കെ എത്തിയല്ലേ എന്ന് കരുതിയിട്ട് റൂമിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൂമിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇതാണ് കേട്ടോ. ഇവിടുന്ന് ദൂരെ മെട്രോ കാണാൻ പറ്റും. പക്ഷെ മറ്റേ റൂമിൽ ഒന്നും കൂടെ അടുത്തുനിന്ന് മെട്രോ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഈ റൂമിൽ വന്ന് ഉമ്മാനൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ മറ്റേ റൂമിലേക്ക് പോയത് കേട്ടോ. പിന്നെ ഇക്കട്ടി ഷർട്ട് ഉണ്ടല്ലോ, ഞാൻ ഡിസൈൻ ചെയ്ത ഷർട്ടാണ്. അപ്പോൾ നമ്മളെ റൂം ഇതാണ്. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന ആ റോഡും പിന്നെ അതിന് ചുറ്റിപ്പറ്റിയുള്ള ബിൽഡിങ്ങുകളും മെട്രോ ഒക്കെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ വലിയൊരു മിററുണ്ട്. ഇതുപോലെ തന്നെ ആ റൂമിലും മിററുണ്ട് കേട്ടോ. എല്ലാ റൂമും എക്സാക്റ്റ് ഒരുപോലെ തന്നെയാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് എടുത്ത റൂമിനെ അപേക്ഷിച്ച് ഈ റൂമിൽ നിന്ന് മെട്രോ ഒന്നും കൂടെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വാർഡ്രോബാണ്. പിന്നെ ഉള്ളത് ബാത്റൂമാണ്. നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ. പിന്നെ അവിടെ നമുക്ക് വേണ്ട എസെൻഷ്യൽ സാധനങ്ങളായിട്ടുള്ള ബ്രഷ്, പേസ്റ്റ്, ബോഡി വാഷ്, ബോഡി ലോഷന്, ടിഷ്യൂ, അങ്ങനെ എല്ലാ സംഭവങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ബസറ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബസറ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലേക്ക് പോകാം കേട്ടോ. പൂളുണ്ടെന്ന് പറഞ്ഞ സമയത്ത് മക്കൾ വന്നപ്പോൾ തുടങ്ങിയാണ് പൂളിൽ പോകാൻ തിരക്ക് കിട്ടുന്നത്. നമ്മൾ റൂം ബുക്ക് ചെയ്ത സമയത്ത് തന്നെ പൂളുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂളിലേക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെല്ലാവരും കൂടെ പൂളിലേക്ക് പോവുകയാണ്. പൂള് വരുന്നത് ഏറ്റവും ടോപ്പിലാണ്. വലിയ പൂളാണ്. അത്യാവശ്യം ആയമൊക്കെ ഉണ്ട് കേട്ടോ. ആ എൻഡിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം ആയുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ മക്കളൊക്കെ മുങ്ങാൻ പറ്റുന്ന ആയുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് അത്യാവശ്യം നല്ല ആയം തന്നെ ഉണ്ട്. വലിയ പൂളുമാണ്. ഫസ്റ്റ് തന്നെ ഇക്കയും മക്കളും ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഉമ്മയും ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഉമ്മാനൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാനും പിന്നെ ഇറങ്ങി. പിന്നെ ഇതാ ഇവിടെ ബാത്റൂമൊക്കെ വരുന്നുണ്ട്. ബാത്ത് ടവലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉമ്മാനവിടെ ഇരുത്തിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് പൂളിലേക്ക് ഇറങ്ങുന്നത്. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോണൊക്കെ എടുക്കണ്ടേന്ന് മടിച്ചിട്ട് എൻ്റെ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. അപ്പോൾ വേഗം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞാനും പൂളിലിറങ്ങി. അപ്പോൾ നമ്മളിത് ആ പൂളിൽ നിന്നൊക്കെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് റൂമിൽ പോയി ഫ്രഷായി ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി. ഫുഡ് കഴിക്കണം, പിന്നെ ഒന്ന് മെട്രോയിൽ പോകണം. അങ്ങനെ നമ്മൾ മെട്രോൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നേരെ മെട്രോയിൽ കയറിയിട്ട് ലുലുവിൽ പോകാമെന്നാണ് കരുതിയിട്ടുള്ളത്. ഉമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മെട്രോയിൽ കയറുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉമ്മക്കുണ്ട്. ഞങ്ങളങ്ങനെ മെട്രോയിൽ ടിക്കറ്റൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുലുവിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. ലുലു ഉമ്മാനെ കാണിക്കുക, മെട്രോയിൽ ഉമ്മാനെ കയറ്റുക എന്നുള്ളൊരു ഉദ്ദേശമാണ്.
അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനിൽ എത്തിയ സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് നേരെ ലുലുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇക്കതാ മക്കളെയും കൊണ്ട് ഫ്രണ്ടിലിങ്ങനെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഉമ്മാക്ക് ഇങ്ങനെ കൊച്ചിയിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുത്തെ തിരക്കും നൈറ്റ് ലൈഫും ഒക്കെ എല്ലാത്തിനെ പറ്റിയിട്ടും പിന്നെ ലുലുവിനെ പറ്റി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഉമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് കൊച്ചിയിൽ റൂം എടുക്കാൻ കാരണം തന്നെ ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മ നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആൾ കംഫർട്ട് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ലുലുവിലേക്ക് കയറിയപ്പം അവിടെ അങ്ങനെ ഒരു മസാജിൻ്റെ ചെയർ കണ്ടു. അപ്പോൾ അതിൽ ഉമ്മാനെ എടുത്ത് ഒന്ന് മസാജ് ചെയ്തു. നമുക്ക് ആദ്യം ഇത് പേടിയായിരുന്നു കേട്ടോ, ഇതെന്താണ് പെയിനാവോ കാല് വേദനിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞപ്പോഴാണ് ആളൊന്ന് ഇരുന്ന് നോക്കിയത്. കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഫുഡ് കോർട്ട് പോയിട്ട് എല്ലാവർക്കും ഓരോ ഫലൂദ പറഞ്ഞു. ബ്ലൂബെറി, മാംഗോ, ടെൻഡർ, ഈ 3 ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ലുലു മാൾ മൊത്തത്തിൽ കണ്ടു വന്നതിന് ശേഷം പിന്നെ ബ്രോസ്റ്റും ഓർഡർ ചെയ്ത് അത് കഴിച്ചതിന് ശേഷം നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ മൂന്നാറിലേക്ക് പുറപ്പെടാനുണ്ടായത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും ഫ്രഷായി നമ്മൾ നേരെ മൂന്നാറിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കണം, രാവിലെയാണല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഓരോ ദോശ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ വടയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, 2 തരം ചട്നിയുണ്ട്, തക്കാളി ചട്നിയുണ്ട്, തേങ്ങാ ചട്നിയുണ്ട്. അതൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ വന്നപ്പോഴും ആൾക്ക് പിണങ്ങാനുള്ളൊരു വകുപ്പായിട്ടുണ്ട് കേട്ടോ. ഞാനും മോനും ഒരു ടേബിളിൽ, ഇക്കയും ഉമ്മയും മോളും കൂടെ ഒരു ടേബിളിലായിരുന്നിരുന്നത്. അവർക്ക് ദോശ ബെൻഡാവാതെ കിട്ടി. ഇവൻ്റെ ടേൺ എത്തിയപ്പോൾ ഇവന് ബെൻഡായിട്ടാണ് ദോശ കിട്ടിയത്. അപ്പോൾ അതിന് പിണങ്ങിയിരിക്കുമായിരുന്നു. ഞാൻ ആ ദോശ എടുത്തിട്ട് നമുക്ക് വേറെ തരാമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ആൾ. അപ്പോൾ ഇവൻ്റെ ഈ പിണക്കം കണ്ടിട്ട് ഷോപ്പ് ഓണർ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇവന് പ്രത്യേകം നല്ല വലിപ്പത്തിൽ ദോശ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അത് കണ്ട സമയത്ത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, അതിങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു. പിന്നെ അവരെ ദോശയും ഇവൻ്റെ ദോശയും ഇവന് കമ്പയർ ചെയ്യാണ്, ഇടയ്ക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ഏതായാലും ആൾ നല്ല ഹാപ്പി ആയിരുന്നു, മുഴുവനും കഴിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ മൂന്നാറിലേക്കാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ മൂന്നാറിലെ വിശേഷങ്ങളായിട്ട് വരാവേ.